അതീഷി രണ്ടാമതാണ്. അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. തുടർച്ചയായ വിജയത്തിലേക്ക് കെജ്രിവാൾ വരികയാണോ? ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിടുമ്പോഴും ന്യൂഡൽഹി മണ്ഡലം കേജ്രിവാളിനെ തുണയ്ക്കുമോ? കേജ്രിവാൾ ആദ്യമായി ലീഡ് എടുത്തിരിക്കുന്നു 42-28-0. അതെ, കാരണം ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇത്തവണ പഴയതുപോലെ ഈസി വാക്ക് ഓവർ അല്ല എന്ന ആദ്യം മുതൽ സൂചനകളുണ്ടായിരുന്നു. പ്രചാരണ രംഗത്ത് പോലും അത് പ്രകടമായിരുന്നു. പക്ഷേ അത് വോട്ട് എണ്ണുമ്പോൾ പോലും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം കേജ്രിവാൾ ആദ്യം 1.5 മണിക്കൂർ പുറകിലായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് മാത്രമാണ് ലീഡിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം മാത്രമല്ല, മനീഷ് സിസോദിയ പോലും അത് തന്നെയായിരുന്നു സാഹചര്യം. അവിടെ ആ മണ്ഡലത്തിൽ ജംഗ്പുരയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ലീഡ് ആദ്യ 1.5 മണിക്കൂറിൽ. ഇപ്പോൾ മനീഷ് സിസോദിയും ലീഡിലേക്ക് വന്നിരിക്കുന്നു. ഇനി അതിഷി എന്താകുമെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയാണ് നിലവിൽ. കേജ്രിവാളിന് പകരം മുഖ്യമന്ത്രി പദത്തിലെത്തിയ നേതാവാണ് അതിഷി പക്ഷേ ഇപ്പോഴും പിന്നിലാണ്. അവിടെ രമേശ് ബിദൂടി ആദ്യം മുതൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നു. ലീഡ് ഇപ്പോഴും ബിദൂടി തുടരുകയാണ്. അങ്ങനെ നിലവിൽ സാഹചര്യം BJP നിലവിലെ കണക്കുകൾ അനുസരിച്ച് 10 മണിയാകുമ്പോഴും BJP നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഒരു കംഫർട്ടബിൾ മാർജിൻ ഉണ്ട്. ഇനി ആ ലീഡ് നില കുറയുമോ എന്നുള്ളതാണ് ചോദ്യം. 42 എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് 6 സീറ്റ് BJPക്ക് അധികമായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമോ? അങ്ങനെയെങ്കിൽ അല്ലാത്ത പക്ഷം ആം ആദ്മി പാർട്ടി 36 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുമോ എന്നാണ് ചോദ്യം. ഏതായാലും നിലവിൽ BJPക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ 42 സീറ്റുകളിൽ ലീഡുണ്ട്. ആം ആദ്മി പാർട്ടി 28 സീറ്റ്, കോൺഗ്രസ് ഒറ്റ സീറ്റിലും നിലവിൽ ലീഡില്ല. ഇതാണ് ഡൽഹിയിലെ നിലവിലെ സാഹചര്യം. ഡൽഹിയിൽ ഇപ്പോൾ 42-28-0. കോൺഗ്രസ് ആദ്യം ദേവേന്ദ്ര യാദവിലൂടെ ലീഡ് എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ബാദ്ലി മണ്ഡലത്തിൽ ദേവേന്ദ്ര യാദവ് പിന്നിലാണ്. അങ്ങനെ കോൺഗ്രസ് വീണ്ടും 0-ലേക്ക്, ആം ആദ്മി പാർട്ടി 28, BJP 42. ഏറ്റവും പ്രധാനം ഈ മിനിറ്റിലെ അരവിന്ദ് കെജ്രിവാൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സിസോദിയയും ലീഡ് ചെയ്യുന്നു. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോഴും പിന്നിലാണ്. അടുത്ത റൗണ്ടിലെ ഫലം വരുമ്പോഴും ഡൽഹി മുഖ്യമന്ത്രി അതീഷി ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ കേജ്രിവാളും സിസോദിയയും ലീഡ് എടുത്തിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി 28-ലേക്ക് എത്തിക്കുന്നു. അതേസമയം BJP 42-ലേക്ക്. രണ്ടുപേരും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് ഇപ്പോഴും 0-ആണ്. പക്ഷേ പല മേഖലകളിലും കോൺഗ്രസിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാമതാണ് അല്ലെ? സംശയമില്ല. മിക്ക മണ്ഡലങ്ങളിലും 3-ാമതാണെന്ന് മാത്രമല്ല, പക്ഷേ അവർക്ക് പരമ്പരാഗത വോട്ടുകൾ മാത്രമല്ല വളരെ അകലെയാണ് 3-ാമതും അല്ലെ? അതെ. പക്ഷെ ചില കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും വീണ്ടും കണക്കുകളിൽ മാറ്റം. 43 സീറ്റുകളിൽ BJP 44 ആയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി 26, കോൺഗ്രസിന് ഒറ്റ സീറ്റിലും ലീഡില്ല. 44-26 കോൺഗ്രസ് ഒറ്റ സീറ്റുമില്ല. ഇതാണ് ന്യൂഡൽഹി മാറിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ 44 എന്ന BJPയുടെ ലീഡ് കൂടിയപ്പോൾ അതിൽ ന്യൂഡൽഹി കൂടി എത്തിയിട്ടുണ്ടോ എന്നുകൂടി നോക്കേണ്ടിയിരിക്കുന്നു. ന്യൂഡൽഹി വന്നിട്ടില്ല. ന്യൂഡൽഹിയിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തന്നെ ലീഡാണ് അല്ലെ? അതെ, ഇപ്പോഴേതായാലും അതിശി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാ നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ലീഡിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ ആദ്യം പുറകിലായിരുന്നു, ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. മനീഷ് സിസോദിയ ജംഗ്പുരയിൽ പുറകിലായിരുന്നു, ലീഡ് ചെയ്യുന്നു. ഗ്രേറ്റർ കൈലാഷിൽ സൗരവ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു. ബാബർപൂരിൽ ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നു. ഷക്കൂർ ബസ്തിയിൽ സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ലീഡിലേക്ക് വരാൻ ഏതായാലും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും കാൽക്കാജി മണ്ഡലത്തിൽ നിലവിലെ മുഖ്യമന്ത്രി അതിഷി പുറകിലാണ്. അവിടെ BJP സ്ഥാനാർത്ഥി രമേശ് ബിദൂടി തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ശരി, ഇപ്പോൾ കേജ്രിവാൾ ഇപ്പോഴും മുന്നിലാണ് എന്നാണ് അടുത്ത ഈ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതീഷി ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. 44-ലേക്ക് BJPയുടെ ലീഡ് കൂടിയിട്ടുണ്ട്. 44-26 എന്നാണ്. കോൺഗ്രസിന് ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം. മേഖല തിരിച്ചു പറയുമ്പോഴും ഇപ്പോൾ BJPയുടെ ലീഡ് തന്നെയാണ് കാണുന്നത്. ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ബദൂരിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. കൽക്കാജി മണ്ഡലത്തിൽ എന്തായാലും താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. ന്യൂസ് 18-നുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ചില പ്രതികരണങ്ങൾ പലയിടത്തു നിന്നും വരികയാണ്. ആം ആദ്മി പാർട്ടി പക്ഷേ തോൽവി സമ്മതിച്ചു എന്നൊരിടത്തും പറയുന്നില്ല അല്ലെ? കേജ്രിവാളിന്റെ മുന്നേറ്റം അതിന് ഉദാഹരണമാണ് എന്ന് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങൾ പറയുകയാണ്. കേജ്രിവാൾ ആദ്യം പിന്നിലാണെങ്കിലും പിന്നീട് മുന്നിലെത്തി എന്നുള്ളത് അതിന് ഉദാഹരണമായി പറയുകയാണ്. പല മണ്ഡലങ്ങളിലും തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ
വികാരം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. 43 സീറ്റുകളിൽ ഇപ്പോഴും BJP ലീഡ് ചെയ്യുകയാണ്. 27 ആം ആദ്മി പാർട്ടിയുടെ ലീഡ് കൂടുന്നുണ്ട്. പക്ഷേ അത് 36 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും 43 എന്നുള്ളത് ഒരു കംഫർട്ടബിൾ ലീഡായി BJPയുടെ മാറുകയാണ്. ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള അപ്ഡേറ്റുകളാണ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് ന്യൂസ് 18ലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ അതൊന്നും വന്നിട്ടില്ല, അത്രയും വന്നിട്ടില്ല. ഇത് ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള വിവരം അനുസരിച്ചാണ് 43 എന്നുള്ള BJPയുടെ കണക്കും 27 എന്നുള്ള ആം ആദ്മി പാർട്ടിയുടേതും. ഓരോ റൗണ്ട് എണ്ണുമ്പോഴും പലയിടങ്ങളിലും 12 റൗണ്ട് വരെയുണ്ട് അല്ലെ, 12, 13, 14 റൗണ്ടുകൾ വരെ ഓരോ മണ്ഡലങ്ങളിലും വോട്ടെണ്ണലുണ്ട്. ആ സമയത്തും അപ്ഡേറ്റുകൾ ഓരോ മണ്ഡലത്തിലും പലയിടങ്ങളിലും 6-7 റൗണ്ടുകൾ ആയിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ അത്രയും അപ്ഡേറ്റ് വന്നിട്ടില്ല. എങ്കിൽ പോലും ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള അപ്ഡേറ്റ് വിവരങ്ങൾ അനുസരിച്ചാണ് 43 സീറ്റുകളിൽ BJPയുടെ ലീഡ്, 27 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡ്. കേജ്രിവാൾ മുന്നിൽ, അതീഷ് പിന്നിൽ, മനീഷ് സിസോദിയ മുന്നിൽ. മാത്രമല്ല BJP നേതാക്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളാകട്ടെ നേതാക്കളാകട്ടെ രംഗത്ത് വരുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കുമെന്നൊരു പ്രതീക്ഷ അവരൊക്കെ തന്നെ പങ്കുവെക്കുന്നു. രമേശ് ബിദൂടി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം കേജ്രിവാളിന് തുറന്നു കാട്ടപ്പെട്ടു എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും അത്തരം പ്രതികരണം നടത്തുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഏതായാലും ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഏതായാലും 28 സീറ്റ് 2013 ടാലിയാണത്. അതിനൊപ്പമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. BJP അപ്പോഴും 42 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന് ഒറ്റ സീറ്റിലും ഏതായാലും നിലവിൽ ലീഡില്ല. ഈ 42 എന്ന് പറയുമ്പോൾ ഒരു 36 സീറ്റുകളെങ്കിലും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകളാണ്. അതെ. അവിടെയാണ് 62 നിന്ന് ആം ആദ്മി പാർട്ടി 28 എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ സീറ്റുകളിൽ അവർക്ക് ഇത്തവണ നഷ്ടപ്പെടുന്നു എന്നാണ് സാധ്യത. 28 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 62 സീറ്റുകളുടെ വൻ വിജയം നേടിയ പാർട്ടിയാണ്. അതിനു മുൻപ് 67 സീറ്റുകൾ നേടിയ ആം ആദ്മി പാർട്ടിയാണ് ഇത്തവണ ഇത്രയും പിന്തള്ളപ്പെട്ട് പോരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും അപ്പോഴുള്ള വിവരം അനുസരിച്ചാണ് ഈ ലീഡ് നിലയിൽ ചെറിയ മാറ്റങ്ങൾ അല്ലെ, ചില മണ്ഡലങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള ഇടങ്ങളിൽ അതേ രീതിയിൽ തന്നെയാണ് തുടക്കം മുതലുള്ള കൗണ്ടിംഗ് പോകുന്നത്. 42, 28 എന്നുള്ളതാണ്. 1 മണിക്കൂറിനുള്ളിൽ കൃത്യമായ ഒരു ചിത്രം എത്ര സീറ്റുകൾ എന്നുള്ളത് 11-12 മണിയോടുകൂടി കൃത്യമായിട്ടും എത്ര സീറ്റുകൾ BJPക്ക് എത്ര സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് എന്നത് വരും. ദേവേന്ദ്ര യാദവ് രണ്ടാമതുണ്ട് കേട്ടോ കോൺഗ്രസിന്റെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അല്ലെ ബാദ്ലി മണ്ഡലത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് ചെറിയ 10 വർഷത്തിന് ശേഷം അവർക്ക് ഒരു MLA ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പല മണ്ഡലങ്ങളിൽ എന്നല്ല മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ് മൂന്നാമതാണ്. എങ്കിൽ പോലും ബാദ്ലി മണ്ഡലത്തിൽ PCC അധ്യക്ഷന് ജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ഉള്ളതാണ്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, മാജിക് ബോളിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ? പുതിയ മേഖല തിരിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലെ അവസ്ഥ? മഞ്ജുഷ, ഇതാണ് ടോട്ടൽ ചിത്രം. 43 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP മുന്നേറുന്നു. ആം ആദ്മി പാർട്ടി 27 മണ്ഡലങ്ങളിൽ. നമുക്ക് ഇനി റീജിയൺ വൈസ് കൂടി നോക്കാം. നമുക്ക് ചാന്ദിനി ചൗക്ക് മേഖല നോക്കാം. ചാന്ദിനി ചൗക്കിലെ ചിത്രം ഇതാണ്. ചാന്ദിനി ചൗക്കിൽ 2020 ചിത്രവും 2025 ചിത്രവും കൊടുക്കണം. 2020 ചിത്രം ചാന്ദിനി ചൗക്കിൽ ഇതായിരുന്നു. പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയുടെ മേഖലയായിരുന്നു. അത് 2025 വരുമ്പോൾ, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം ലീഡ് വരുന്നത് അവിടെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റമുണ്ട്. പക്ഷേ അവിടെ രണ്ടിടത്ത് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റ്